ഇപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് RCMന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണം. ഒന്നാമത്തെ ലക്ഷ്യമാണ്, ഒന്നാമത്തെ സമ്പത്താണ് ആരോഗ്യം എന്ന് പറയുന്നത്. ആരോഗ്യമില്ലെങ്കിൽ ഒന്നുമില്ല. എത്ര മറ്റു സമ്പത്തുകൾ ഉണ്ടെങ്കിലും ആരോഗ്യമില്ലെങ്കിൽ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് RCM ഒന്നാമത്തെ ലക്ഷ്യമായി ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആകെ ആരോഗ്യമെത്തണം എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ സംരക്ഷണം ഒന്നാമത്തെ ലക്ഷ്യമായി കണ്ടുകൊണ്ട് സ്ഥാപിതമായത്. ഇന്ത്യയുടെ സാഹചര്യത്തിൽ നമുക്കറിയാം, നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളാണ് നമുക്കുള്ളത്. പലവിധ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളുടെ അവികസിതമായ സാഹചര്യങ്ങൾ, രാജ്യത്തിന്റെ അവികസിതമായ സാഹചര്യങ്ങൾ ഇപ്പോഴൊക്കെ കുറച്ചൊക്കെ മുന്നേറിയെങ്കിലും പഴമക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരുടെ പട്ടിണിയും അല്ലെങ്കിൽ ദാരിദ്ര്യവും ഒക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ധാരാളം. അവിടെ ആരോഗ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കറിയാം ഭക്ഷണം എന്ന് പറയുന്നത്. ആ ഭക്ഷണത്തിന് വളരെയേറെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. നമ്മുടെ കാരണവന്മാരൊക്കെ പറഞ്ഞ് ധാരാളം നമുക്ക് കേട്ടിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ആകപ്പാടെ ഉണ്ടായിരുന്നത് സർക്കാരിന്റെ സഹായം മൂലം റേഷൻ കടകളിലൂടെ അരി യഥേഷ്ടം കൊടുക്കുക, കുറഞ്ഞ വിലയ്ക്ക് റേഷൻ വിലയ്ക്ക് അരി കൊടുക്കുക, അങ്ങനെ പട്ടിണി മാറ്റുക, വിശപ്പ് മാറ്റുക എന്നുള്ളതായിരുന്നു. അപ്പോൾ കൂടുതൽ അരി സംസ്കാരത്തിലേക്ക് വന്നു. നമ്മൾ വിശപ്പ് മാറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ നമുക്ക് നല്ല രീതിയിൽ അധ്വാനിക്കണമെങ്കിൽ അന്ന് കൂടുതൽ കൃഷി ആയിട്ട് ബന്ധപ്പെട്ട പണികളാണ്. അതിന് അധ്വാനിക്കണമെങ്കിൽ നമുക്ക് ആരോഗ്യം വേണം, ഊർജം വേണം. ഈ ഊർജദായകമായ ഒരു വസ്തുവാണ് അരി അല്ലെങ്കിൽ ചോറ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. കാർബോഹൈഡ്രേറ്റ് ഊർജത്തിന്റെ ഉറവിടമാണ്. നമുക്ക് അധ്വാനിക്കണമെങ്കിൽ ഊർജം വേണം. അപ്പൊ അത് കൂടുതൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്, അധ്വാനിക്കുന്ന ജനങ്ങൾക്ക് ആ ഊർജം കിട്ടുന്നതിന് അരി ആഹാരം ആണ് നമുക്ക് വേണ്ടത്. അത് കൂടുതൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ലക്ഷ്യം. ഒപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുന്നത്, വൻ വ്യവസായമാണ് പഞ്ചസാര എന്ന് പറയുന്നത്. പഞ്ചസാര ലോബി തന്നെയുണ്ട്, അത് ലോകത്ത് തന്നെയുണ്ട് പഞ്ചസാര ലോബി എന്ന് പറയുന്നത്. അത് ആരോഗ്യ രംഗത്തെ നിയന്ത്രിക്കുന്ന പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് പഞ്ചസാര ലോബി എന്ന് പറയുന്നത്. അത് ഇന്ത്യയിൽ വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഉൽപ്പന്നവും റേഷൻ കട വഴി വന്നു, അരിയും പഞ്ചസാരയും. അപ്പം അത് രണ്ടും കൂടെ ആയപ്പോഴത്തേക്കും അധ്വാനം കുറഞ്ഞ ഒരു സാഹചര്യം കൂടെ ഉണ്ടായപ്പോൾ അരി നമുക്കൊരു വില്ലനായി മാറുന്ന ഒരവസ്ഥ വന്നു. അത് കൂടുതൽ കഴിക്കുകയും അത് കഴിക്കുന്ന ഒരു സംസ്കാരം നമ്മളിലുണ്ടായി. അത് മാറുന്നില്ല. പക്ഷേ ജോലി ചെയ്യുന്ന, അധ്വാനിക്കുന്ന ഒരു സംസ്കാരം നമ്മളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തുകൊണ്ട് അത്രയും ഊർജം നമുക്ക് ആവശ്യമില്ലാത്ത ഒരു സാഹചര്യം നമുക്കുണ്ടാകും. ആ ആവശ്യമില്ലാത്ത ഊർജം, നമ്മൾ കഴിച്ച ഭക്ഷണത്തിലൂടെ കിട്ടുന്ന ഊർജം, അത് നമുക്ക് ദോഷകരമായി, അത് കൊഴുപ്പായി അടിഞ്ഞുകൂടുന്നൊരവസ്ഥ. ഇന്നും ചോറില്ലാതെ ജീവിക്കാൻ പറ്റാത്ത, അല്ല ഒരു നേരമെങ്കിലും ചോറുണ്ണാതെ ജീവിക്കാൻ പറ്റുകയില്ലാത്ത ധാരാളം ആളുകളുണ്ട്. അത് അങ്ങനെ നമ്മുടെ ശീലമായിപ്പോയി. അപ്പം ആ ഒരു കാര്യങ്ങളെയൊക്കെ കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കൊണ്ട്, നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട്, സമീകൃതമായ ആഹാരം എന്താണെന്ന് പഠിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയില്ലെങ്കിൽ ആരോഗ്യം വളരെയേറെ അപകടത്തിലാണ്. അപ്പം അവിടെയാണ് സമീകൃതമായ ആഹാരത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടത്. കഴിഞ്ഞ ദിവസമൊക്കെ വളരെ വിശദമായി നമ്മൾ സംസാരിച്ചതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സമീകൃത ആഹാരം. ആഹാരത്തിൽ എന്തൊക്കെ ഘടകങ്ങൾ വേണം എന്ന് നമ്മൾ പഠിച്ചു. 7 ഘടകങ്ങൾ നമ്മൾ കണ്ടു. അതിനു പുറമെ ഇനി നമുക്ക് വേണ്ട മറ്റൊരു ഘടകമാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കുന്ന ഒരു ഘടകമാണ് ഒമേഗ എന്ന് പറയുന്നത്. ഒമേഗ 3 എന്ന് പറയുന്നത്, ഒമേഗ 3 വിഭാഗങ്ങളുണ്ട്. ഒമേഗ 3 ഉണ്ട്, ഒമേഗ 6 ഉണ്ട്, ഒമേഗ 9 ഉണ്ട്. അപ്പൊ അതിലേറ്റവും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു ഘടകമാണ് ഒമേഗ 3 എന്ന് പറയുന്നത്. അപ്പൊ ആ ഒമേഗ 3യെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ആരോഗ്യത്തിന് വേണ്ട ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കീപ്പ് ചെയ്യുമ്പോൾ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറച്ചുകൊണ്ടും മറ്റ് നമുക്ക് കിട്ടാൻ സാധ്യത കുറവുള്ള ഘടകങ്ങളെ മനഃപൂർവ്വം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടും ഒക്കെ മാത്രമേ നമുക്ക് ഒരു ബാലൻസ് ഡയറ്റിലേക്ക് വരാൻ സാധ്യതയുള്ളൂ. പ്രോട്ടീൻ
വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ തുടങ്ങിയ നമുക്ക് കിട്ടാൻ സാധ്യത കുറവുള്ളത്, ഭക്ഷണത്തിൽ സാധാരണ നമുക്ക് ഉൾപ്പെടുത്താൻ സാഹചര്യം കുറവുള്ളത്, അതിനെ നമ്മൾ മനഃപൂർവ്വം ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഉൾപ്പെടുത്തി അങ്ങനെ ഒരു എന്താ പറയുക, ഭക്ഷണത്തിന്റെ പ്ലേറ്റ് നമ്മൾ തയ്യാറാക്കണം. അങ്ങനെ തയ്യാറാക്കുമ്പോൾ വളരെ അത്യാവശ്യമുള്ളതാണ് ഒമേഗ 3. ഒമേഗ 3 സാധാരണ നമുക്കറിയാം കിട്ടുന്നത് എന്താ പറയുന്നത് മത്സ്യം ഭക്ഷണത്തിലൂടെയൊക്കെ നമുക്ക് നേരത്തെ കിട്ടുന്നറിയാം. അതുപോലെ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള സോഴ്സുകൾ നമുക്കുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അറിവില്ല, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാറില്ല, അല്ലെങ്കിൽ നമ്മളത് ആ കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഒമേഗ 3യുടെ കുറവ് കൊണ്ട് അല്ലെങ്കിൽ അത് ശരീരത്തിൽ ഇല്ലാത്തതിന്റെ കുറവ് കൊണ്ട് സംഭവിക്കുന്നത്. അപ്പം അത് നമ്മൾ മനഃപൂർവ്വം ഒമേഗ 3 എന്താണെന്നും ഒമേഗ 3യുടെ പ്രാധാന്യം എന്താണെന്നും നമ്മൾ മനസ്സിലാക്കിയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അപ്പൊ എന്താണ് ഒമേഗ 3? ഒമേഗ 3 എന്ന് പറയുന്നത് ഒരു നല്ല കൊഴുപ്പാണ്, ഫാറ്റി ആസിഡാണ്. ശരീരത്തിന് കൊഴുപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം 7 ഘടകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കൊഴുപ്പ് എന്ന് പറയുന്നത്. ചീത്ത കൊഴുപ്പുണ്ട്, നല്ല കൊഴുപ്പുണ്ട്. അപ്പം ചീത്ത കൊഴുപ്പ് അധികമാകുന്നതാണ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് ദോഷകരമായി ബാധിക്കുന്നത്. അപ്പൊ അതിന് നല്ല കൊഴുപ്പിനെ നമ്മൾ കൂട്ടിക്കൊണ്ടുവരികയും, അപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് കൊളസ്ട്രോളിന്റെ കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ HDL കൊളസ്ട്രോള്, LDL കൊളസ്ട്രോള്, ട്രൈഗ്ലിസറൈഡ് എന്നൊക്കെ അതിന് അവസ്ഥാന്തരങ്ങളുണ്ട്. അപ്പം HDL കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നല്ല കൊളസ്ട്രോൾ ആണ്, അതിനെ ഉയർത്തിക്കൊണ്ടുവരണം. അതുപോലെ LDL കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ചീത്ത കൊളസ്ട്രോൾ ആണ്, അതിന്റെ ലിമിറ്റിൽ നിർത്തണം, കണ്ടമാനം ഉയർന്നു പോകാൻ അനുവദിക്കരുത്. അതുപോലെ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് രക്തത്തിലെ കൊളസ്ട്രോൾ ആണ്, കൊഴുപ്പാണ്. അതിനെ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ അപകടമാണ്. അവിടെയാണ് ഹാർട്ട് സംബന്ധമായ രോഗങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. രക്തത്തിലെ ആ കൊളസ്ട്രോൾ ഉയർന്നു കഴിയുമ്പോൾ നമുക്ക് പലവിധ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ കൊഴുപ്പുകളെയൊക്കെ നിയന്ത്രിക്കുകയും നല്ല കൊഴുപ്പിനെ ഉയർത്തണം. അപ്പം നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുകയും കുറച്ച് വ്യായാമം ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് HDL കൊളസ്ട്രോൾ ഉയർന്നു വരികയും LDL കൊളസ്ട്രോൾ താഴുകയും ചെയ്യുന്നത്. അപ്പം ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അപ്പൊ അതുപോലെയുള്ള ഒരു നല്ല കൊഴുപ്പാണ് ഒമേഗ 3 എന്ന് പറയുന്നത്. ഒരു ഫാറ്റി ആസിഡാണ്. അത് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനത്തിനും നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പം നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് വെജിറ്റേറിയൻ ഒമേഗ, ന്യൂട്രിചാർജ് വെജിറ്റേറിയൻ ഒമേഗ, അതുപോലെ അതേ ഗണത്തിൽപ്പെടുന്ന ഒമേഗ 3 തന്നെയാണ് DHA 200. അതുപോലെ നമ്മുടെ ആ ശ്രേണിയിലുള്ളതാണ് DHA ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം ഒമേഗ 3 ആണെങ്കിലും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഒമേഗ 3 എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒമേഗ 3 നമ്മുടെ വെജിറ്റേറിയൻ ഒമേഗ എന്ന് പറയുന്നത് അത് എടുക്കുന്നത് ഫ്ലാക്സ് സീഡിൽ നിന്നാണ്. പ്ലാന്റ് ആയിട്ട് 100% വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫ്ലാക്സ് സീഡിൽ നിന്നാണ്. നമുക്ക് പ്ലാന്റ് ബേസ്ഡ് ആയിട്ട് കിട്ടുന്നത് നാച്ചുറൽ സോഴ്സ് എന്ന് പറയുന്നത് ചിയ സീഡ്, വാൽനട്ട് ഇതിലൊക്കെ ഒമേഗ 3 ഉണ്ട്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ഫ്ലാക്സ് സീഡാണ്, ചണവിത്ത് എന്ന് പറയുന്നത്. ഈ ചണവിത്തിൽ നിന്നും എടുക്കുന്നതാണ് ഒമേഗ 3 എന്ന് നമ്മുടെ ന്യൂട്രിചാർജ് ഒമേഗ വെജിറ്റേറിയൻ ഒമേഗ എന്ന് പറയുന്നത്. അപ്പം അത് നമുക്ക് നമ്മളെ സംബന്ധിച്ച് അതിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഓർഗനാണ്, അവയവമാണ് ഹാർട്ട് എന്ന് പറയുന്നത്, ഹൃദയത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മോട്ടോറാണ്, ഒരു ഇലക്ട്രിക് മോട്ടോർ. വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് മോട്ടോറിന്റെ പ്രവർത്തനമാണ് ശരിക്കും ഹാർട്ട് ചെയ്യുന്നത്. അല്ലാതെ വലിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ആ മോട്ടോറിന്റെ പ്രവർത്തനം ഇല്ലെങ്കിൽ, എന്തെങ്കിലും തടസ്സമുണ്ടായാൽ എല്ലാം നിലയ്ക്കും എന്നുള്ളതാണ്. എല്ലാം നിലയ്ക്കും. കാരണം ഈ മോട്ടോറാണ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എല്ലാ അവയവങ്ങളിലേക്കും എല്ലാ അവയവം സുഗമമായി പ്രവർത്തിക്കുന്നതിന് വേണ്ട രക്തത്തെ എത്തിക്കുന്നതും അവിടുന്ന് തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും ശുദ്ധീകരിക്കാനായിട്ട് നമ്മുടെ കിഡ്നിയിലേക്ക് തിരിച്ചെത്തിക്കുന്നതും അതുപോലെ വീണ്ടും തിരിച്ച് ഓരോ അവയവങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇങ്ങനെ നിർത്താതെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൃദയം എന്ന മോട്ടോറാണ്.
ആ ഹൃദയം എന്ന മോട്ടോർ ഇന്ന് എവിടെയെങ്കിലും ഒരു തടസ്സം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയം നിർത്തി ഇടുന്ന അല്ലെ നിന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ അവയവങ്ങളും സ്തംഭനാവസ്ഥയിലാവും. ഇതാണ് ആകപ്പാടെ പറയുന്ന സ്തംഭനം എന്ന് പറയുന്നത്, ഹൃദയ സ്തംഭനം എന്ന് പറയുന്നത്. ആ സ്തംഭിച്ചു കഴിഞ്ഞാൽ എല്ലാം നിന്നു എന്നുള്ളതാണ്. അപ്പൊ എത്രമാത്രം പ്രാധാന്യമുള്ള ഒരു അവയവമാണ് ഹാർട്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഹാർട്ടിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു പോഷകമാണ് ഒരു കൊഴുപ്പാണ് ഒമേഗ 3 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും. അപ്പം ഹൃദയത്തിന്റെ പ്രവർത്തനം, അതുപോലെ തന്നെ ബ്രെയിനിന്റെ പ്രവർത്തനത്തിന് വളരെയേറെ അത്യാവശ്യമുള്ളതാണ് ഒമേഗ 3 എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ കാഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്, അതിനും ഒമേഗ 3 നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ സ്കിന്നിന്റെ സ്കിന്നിന്റെ ആ ഗ്ലോ നിലനിർത്താനായിട്ട്, സ്കിന്നിന്റെ ആ ഒരു ഡ്രൈനെസ്സും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് ഈ ഒരു നല്ല കൊഴുപ്പിന്റെ ആവശ്യമുണ്ട്. അതാണ് ഒമേഗ 3 ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഒപ്പം നമ്മുടെ ഈ ഒമേഗ 3 നമ്മുടെ ഈ ന്യൂട്രിചാർജ് വെജ് ഒമേഗയിൽ ഉള്ളത് 420 mg ആണ് അത് ടോട്ടൽ ആയിട്ടുള്ളത്. അതിൽ ഒമേഗ 3 എന്ന് പറയുന്നത് 250 mg ആണ്. 250 mg ഒമേഗ 3 ഉണ്ട്. ഒരു വ്യക്തിക്ക് ഒരു ദിവസം വേണ്ടത് ഏകദേശം ഒരു 1000 mg ഒമേഗ 3 ആണ് നമ്മുടെ ശരീരത്തിന്റെ കൃത്യമായ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ളത്. അപ്പം നമ്മൾ ഒരു ക്യാപ്സൂൾ കഴിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്ന ഒമേഗ 3 എന്ന് പറയുന്നത് 250 mg ആണ്. അപ്പം ശരിയാവണ്ണം കൃത്യമായി കിട്ടണമെങ്കിൽ നമുക്കൊരു 4 ഒമേഗ 3 ടാബ്ലറ്റ് നമ്മുടെ ക്യാപ്സൂള് നമ്മൾ കഴിക്കണം എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് ചിലര് ഒന്ന് കഴിക്കണോ, ഒന്നിൽ കൂടുതൽ കഴിച്ചാൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. 4 എണ്ണമാണ് നമ്മൾക്ക് ശരിക്കും ശരിയായ രീതിയിൽ നമുക്ക് കഴിക്കുകയാണെങ്കിൽ 4 എണ്ണമെങ്കിലും കഴിക്കണം. ഇനി അത് രണ്ടോ ആക്കുകയാണെങ്കിൽ 500 mg നമുക്ക് നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ബാക്കി നമുക്ക് ഭക്ഷണത്തിലൂടെ നമ്മൾ മത്സ്യ കഴിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ഒമേഗ 3 കിട്ടും. മറ്റ് ഭക്ഷണങ്ങളിലൂടെ ഇപ്പൊ നമ്മുടെ ഹെൽത്ത് ഗാർഡ് ഓയിൽ നമുക്ക് ഒമേഗ 3 ഉണ്ട്. അപ്പം അത് കുടിക്കുന്നതിലൂടെ രാവിലെ കുടിക്കുന്നതിലൂടെ അല്ലെ 1-2 നേരം കുടിക്കുന്നതിലൂടെ കുറച്ചൊക്കെ ഒമേഗ 3 നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അത്തരത്തിൽ അതിന്റെ ഡോസേജ് അങ്ങനെയാണ്. ഇത് നമുക്കറിയാം. ഇതിന്റെ ഷെല്ലെന്ന് പറയുന്നത് ഇത് ഒരു കടലിലെ ഒരു പ്ലാന്റ് ആയിട്ടുള്ള കരാഗിനാൻ എന്ന് പറയുന്ന ഒരു സസ്യത്തിൽ നിന്ന്, ഒരു പ്ലാന്റിൽ നിന്ന് എടുക്കുന്നതാണ് അതിന്റെ കവറിങ് ആയിട്ടുള്ള അതിന്റെ ഷെല്ലെന്ന് പറയുന്നത്, പുറമേ ഉള്ള ഷെല്ലെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം 100% വെജിറ്റേറിയൻ ആയിട്ടുള്ള ക്യാപ്സ്യൂളാണ് ന്യൂട്രിചാർജ് വെജ് ഒമേഗ. അപ്പൊ അതുകൊണ്ട് നമുക്കത് കടിച്ച് ചവച്ച് എല്ലാം അത് കഴിക്കാം. അതിനകത്ത് മറ്റ് യാതൊരു ദോഷവുമില്ല. അപ്പൊ 100% വെജിറ്റേറിയൻ ആയിട്ടുള്ളതാണ്. അത് നമ്മൾ പറഞ്ഞു ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, വിഷന് സഹായമാണ്, സ്കിന്നിന് സഹായമാണ്. അതുപോലെ നമ്മുടെ ഷുഗറിനെയൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ബോൺ ഹെൽത്തിന്, എല്ലിന്റെ ആരോഗ്യത്തിന് ഒമേഗ 3 വളരെ അത്യാവശ്യമുള്ളതാണ്. അതിന്റെ സ്ട്രെങ്തൻ നിലനിർത്താനായിട്ട്, എല്ലിന്റെ ബലഹീനതയൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് നമുക്ക് ഇന്ന് ഒത്തിരി പേർക്ക് എല്ലിന്റെ ഡെൻസിറ്റി ഒക്കെ കുറഞ്ഞു പോകുന്നുണ്ട്. അവിടെയൊക്കെ ഒമേഗ 3 വളരെയേറെ നമ്മളെ സഹായിക്കുന്നതാണ്. ഒമേഗ 3 നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ. അപ്പം അതുപോലെ തലമുടിയുടെ ആരോഗ്യത്തിന് ഒമേഗ 3 വളരെ അത്യാവശ്യമുള്ളതാണ്. അതുപോലെ നഖത്തിന്റെ ആരോഗ്യത്തിന് ഒമേഗ 3 വളരെ അത്യാവശ്യമുള്ളതാണ്. അപ്പം നമ്മൾ പറഞ്ഞത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജോയിൻസുകൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു നല്ല കൊഴുപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒമേഗ 3 എന്ന് പറയുന്നത് നല്ല കൊഴുപ്പാണ്. അപ്പം നമ്മുടെ ശരീരത്തിലെ ജോയിൻസുകളുടെ സുഗമമായ പ്രവർത്തനത്തിന് വളരെയേറെ അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് ഒമേഗ 3. അല്ലെങ്കിൽ ജോയിന്റ് പെയിനുകൾ ഉണ്ടാകുന്നു, മരവിപ്പുകൾ ഉണ്ടാകുന്നു. ഇതൊക്കെ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ശാരീരിക പ്രശ്നങ്ങളാണ്. ഇതിന് ഒരു വലിയൊരളവോളം പരിഹാരമാണ് ഒമേഗ 3 എന്ന് പറയുന്നത്. ജോയിന്റ് പെയിന് അതിനെ കുറയ്ക്കുന്നു. ഒപ്പം നമ്മുടെ ഉറക്കത്തെ ഒക്കെ സ്വാധീനിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിന്റെ ശരിയായ രീതിയിലുള്ള പ്രവർത്തനം നടന്നില്ലെങ്കിൽ ഉറക്കമൊക്കെ തടസ്സപ്പെടും. അപ്പൊ നമ്മുടെ ശരിയായ ഒരു മൂഡ് ഒക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകും. അപ്പൊ ആ മൂഡിനെയൊക്കെ ബാലൻസ് ചെയ്യാൻ ഒമേഗ 3 എന്ന് പറയുന്ന ഘടകം വളരെ അത്യാവശ്യമുള്ളതാണ്. അതുപോലെ നമുക്കറിയാം നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. നമുക്കറിയാം പ്രോട്ടീന്റെ സെല്ലുകൾ രൂപപ്പെട്ടിരിക്കുന്ന പ്രോട്ടീൻ കൊണ്ടാണ്.
അപ്പം ആ സെല്ലുകൾ തമ്മിൽ കൂട്ടിച്ചേർത്ത് വെച്ചാണ് നമ്മുടെ ബോഡി ബിൽഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നാൽ ഈ സെല്ലുകൾ തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടുന്നുമില്ല. എന്തുകൊണ്ടാണ് അത് കൂട്ടിമുട്ടാതിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒമേഗ 3 എന്ന് പറയുന്ന ആ ഒരു ഘടകമാണ്, ആ കൊഴുപ്പാണ് ഓരോ സെല്ലുകൾക്കും കവറിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇതൊരു സോഫ്റ്റ് ജെല്ലാണ്, ജെല്ല് പോലെയുള്ള പ്രകൃതമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇഴുകി തെന്നി മാറി നിൽക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സെല്ല് മറ്റൊരു സെല്ലിനോട് കൂട്ടിമുട്ടാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. വളരെ സോഫ്റ്റ് ജെല്ലായിട്ടുള്ളതാണ്. അതിന് എന്താ പറയുന്ന ഡ്രൈനസ് ഇല്ലാത്തതാണ്. അപ്പൊ അതുകൊണ്ട് ഓരോ സെല്ലുകളും പരസ്പരം കൂട്ടിമുട്ടാതെയും എന്നാൽ കൂടി ചേർന്നും എന്താ പറയുന്നത് കെട്ടിടങ്ങൾക്ക് ഇഷ്ടിക വെച്ചിരിക്കുന്നത് പോലെ സെല്ലുകൾ കൊണ്ട് പടുത്തുയർത്തിയ നമ്മുടെ ശരീരത്തെ ഓരോ സെല്ലുകൾക്കും കവറേജ് ആയിട്ട് ഒമേഗ 3 പ്രവർത്തിക്കുന്നു. അതിനെയാണ് കോശ സ്തരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൽ മെമ്മറൈൻ എന്ന് പറയുന്നത്. അപ്പം അതിന് ഒമേഗ 3യുടെ കുറവുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിന് ഒമേഗ 3യുടെ കുറവുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഡ്രൈനസ് ഉണ്ടാകുന്നു. അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മൾ പാടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. വേനൽക്കാലത്ത് പാടങ്ങള് അവിടെ വെള്ളം വലിഞ്ഞു പോയി കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ മണ്ണ് വിണ്ട് കീറി പൊട്ടലുകൾ ഉണ്ടാകുന്നു. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ഒമേഗ 3യുടെ കുറവ് ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ സെല്ലിന്റെ കവറേജ് ആയിട്ടുള്ള സെൽ മെമ്മറൈൻ അവിടെ ഡ്രൈനസ് ഉണ്ടാകുകയും ആ ഡ്രൈനസ് ഉണ്ടാകുന്നത് മൂലം വിള്ളലുകൾ ഉണ്ടാകുകയും ആ വിള്ളലുകൾ രൂപപ്പെട്ട് കഴിഞ്ഞാൽ പരസ്പരം സെല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടാനുള്ള സാഹചര്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പരസ്പരം ആകർഷിച്ച് ഓരോ സെല്ലുകളും കൂടിച്ചേർന്ന് ആണ് ട്യൂമറുകളൊക്കെ ഉണ്ടാകുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അത് നമ്മൾ പറയുന്ന എന്താ പറയുന്ന വലിയ രോഗമായ ക്യാൻസറിലേക്കും ഒക്കെ എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒമേഗ 3യുടെ ആവശ്യകത എത്ര മാത്രമാണെന്ന് നമുക്ക് ആ കാര്യത്തിൽ നമുക്ക് മനസ്സിലാകും. അപ്പം ഇതാണ് ഒമേഗ 3 എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഓവറോൾ ശരീരത്തിന്റെ ഓവറോൾ പ്രവർത്തനത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഒമേഗ 3 വെജിറ്റേറിയൻ ഒമേഗ 3 എന്ന് പറയുന്നത്. അതിപ്പോൾ നമുക്ക് കിട്ടുന്നത് 100% വെജിറ്റേറിയൻ ആയിട്ടുള്ള രൂപത്തിലാണ്, അല്ലെങ്കിൽ മത്സ്യത്തിൽ നിന്നും എടുക്കുന്നതാണ്. അപ്പം അതിനെ സംബന്ധിച്ച് വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ട് വരും. ഒപ്പം അതിന്റെ രുചിയും ഒന്നും ഇപ്പൊ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും അതിന്റെ രുചിയൊന്നും പിടിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ വാങ്ങിച്ചു വെച്ചാൽ പോലും അത് കഴിക്കാതെ ഇരിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. അത് ഷെൽഫിൽ ഇരിക്കുന്നതല്ലാണ്ട് കഴിക്കാതിരിക്കുന്നുണ്ട്. കാരണം അതിന്റെ എന്താ പറയുന്ന മീനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ബാഡായിട്ടുള്ള ടേസ്റ്റ് വരുമ്പോൾ, അതിന്റെ ഉളുമ്പ് പോലെയുള്ള ടേസ്റ്റ് ഒക്കെ വരുമ്പോൾ പലരും അത് കഴിക്കാതെ മാറ്റി വെക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ന്യൂട്രിചാർജിന്റെ വെജ് ഒമേഗ എന്ന് പറയുന്നത് നമുക്ക് കടിച്ച് ചവച്ച് രുചിയോടെ കഴിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ നമ്മളത് തീർച്ചയായിട്ടും അത് മിനിമം ഡോസ് 1000 mg ആണ് നമുക്ക് കഴിക്കേണ്ടത്, ഒരു ദിവസം കഴിക്കേണ്ടത്. അത് മിനിമം നമുക്ക് എത്ര കഴിക്കാവോ അത്രയും നല്ലത്. അപ്പം 2 എണ്ണമാണ് 2 എണ്ണം, 3 ആണ് 3, 4 ആണ് 4, അത്രയും നമുക്ക് കഴിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഈ ഒമേഗ 3യുടെ ആവശ്യം മൂലമുള്ള എല്ലാ പ്രവർത്തനത്തെയും നമുക്ക് ശരിയാവണ്ണം കൊണ്ടുവരാൻ സാധിക്കും. അത് ഒമേഗ 3യുടെ പ്രാധാന്യം മനസ്സിലാക്കുക. ഒമേഗ 3 എന്ന് പറയുന്നത് അതിന്റെ വില എന്ന് പറയുന്നത് MRP 355 രൂപയാണ്. അതുപോലെ അതിന്റെ അസോസിയേറ്റ് ബയർ പ്രൈസ് എന്ന് പറയുന്നത് 285 രൂപയാണ്. അതുപോലെ നമുക്ക് അതിന് നല്ലൊരു PV തരുന്നുണ്ട്, 240 PV നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് നമുക്ക് ഒമേഗ 3യെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് DHA 200. DHA 200 എന്ന് പറയുന്നത് എന്താണ്? അതും ഒമേഗ 3 തന്നെയാണ്. അത് ഒമേഗ 3യുടെ മറ്റൊരു എന്താ പറയുന്ന വേർഷനാണ്. ശരീരത്തിന്റെ പ്രവർത്തനത്തില് നമ്മളെ സഹായിക്കുന്ന മറ്റൊരു പോഷകമാണ്. അപ്പം ഈ ഒമേഗ 3 എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ ഒമേഗ 3യുടെ 3 ഘടകങ്ങളുണ്ട്. ഒന്ന് ALA എന്ന് പറയും, രണ്ടാമത്തേതാണ് EPA, മൂന്നാമത്തേതാണ് DHA. ALA എന്ന് പറയുന്നത് ആൽഫ ലിനോലെനിക് ആസിഡ്, ആ ഗണത്തിൽപ്പെട്ടതാണ് വെജിറ്റേറിയൻ ഒമേഗ എന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ നമ്മളിപ്പോൾ പറയുന്നത് DHA, ഡോക്കോസോ ഹെക്സനോയിക് ആസിഡ് എന്നാണ് അതിനെ പറയുന്നത്, ഡോക്കോസോ ഹെക്സനോയിക് ആസിഡ്. അപ്പം അത് മറ്റൊരു ഒമേഗ 3 ആണ്.
അപ്പം അതിന്റെ ഫങ്ഷനിങ് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മുടെ ശരീരത്തിൽ അതിന്റെ ഫങ്ഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ഒമേഗ DHA ടിസ്റ്റും ആ വിഭാഗത്തിൽ തന്നെ പെടുന്നതാണ്. അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. DHA 200 എന്താണെന്ന് നോക്കാം. ഡോക്കോസോ ഹെക്സിനോയിക് ആസിഡ്. ഇത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ബ്രെയിന്റെ പ്രവർത്തനത്തിന്, ബ്രെയിന്റെ വളർച്ചയ്ക്ക്. അപ്പൊ അത് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത് എന്താ പറയുന്നത്, ഒരു സ്ത്രീ അമ്മയാകാൻ ആഗ്രഹിക്കുന്ന ഘട്ടത്തിൽ തന്നെ കുഞ്ഞിനു വേണ്ടി ഗർഭസ്ഥ ശിശുവിന് വേണ്ടി കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് DHA 200. അപ്പം അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗർഭസ്ഥ ശിശുവിന്റെ ബ്രെയിന്റെ ശരിയായ രീതിയിലുള്ള വളർച്ച, എല്ലാ രീതിയിലുമുള്ള ശരിയായ രീതിയിലുള്ള വളർച്ച, ബ്രെയിന്റെ വളർച്ച, അതിന് വൈകല്യങ്ങളൊന്നും ഉണ്ടാകാതെ ഒക്കെ ഇരിക്കുന്നതിന് DHA 200 നമ്മളെ സഹായിക്കും. അപ്പം ബ്രെയിന്റെ വളർച്ച എന്ന് പറയുന്നത് ഏകദേശം 70-75% അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെയാണ് കുഞ്ഞിന്റെ ബ്രെയിന്റെ വളർച്ച ഏതാണ്ട് 70%-ലധികം നടക്കുന്നത്. അപ്പം ശരിയായ രീതിയിലുള്ള പരിചരണം ഗർഭസ്ഥ ശിശുവിന് ആ ബ്രെയിന് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിൽ അത് ആ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ, വളർന്നു കഴിയുമ്പോൾ അതിന്റെ ആ പ്രവർത്തനത്തിൽ നമുക്ക് പ്രകടമായ വ്യത്യാസം ഉണ്ടാകുമെന്നാണ് നമുക്ക് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് 70% വളർച്ച ഗർഭാവസ്ഥയിലായതുകൊണ്ട് തീർച്ചയായും ആ കുഞ്ഞിന്റെ ബ്രെയിനിന്റെ വളർച്ചയെ നമുക്ക് കാര്യമായി പരിഗണിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് DHA 200. അപ്പം അതിനുശേഷം എന്താ പറയുന്നത്, ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെയാണ് ബാക്കി ഏതാണ്ട് 20% ബ്രെയിന്റെ വളർച്ച നടക്കുന്നതെന്നാണ്. അത് കഴിഞ്ഞാണ് പിന്നെ 10% വളർച്ച നടക്കുന്നത്. അപ്പം നമ്മൾക്ക് കുഞ്ഞ് ജനിച്ചതിന് ശേഷമോ വളർന്നതിന് ശേഷമോ ബ്രെയിനിന് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. എന്തെങ്കിലും നമുക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ഗർഭാവസ്ഥയിൽ തന്നെ ആ കുഞ്ഞിന് വേണ്ടി നമ്മൾ ചെയ്യണം. അപ്പോൾ കുഞ്ഞിന് വേണ്ടി നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അത് തീർച്ചയായിട്ടും ആ അമ്മയാണ് അത് ഈ DHA 200 കഴിക്കേണ്ടത്. അപ്പം ഒരു ഗർഭിണിയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടത് DHA 200 എന്നാണ് പറയുന്നത്. 200 mg ആണ് അതിൽ DHA ഉള്ളത്. അപ്പം ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം വേണ്ട ഡോസേജ് എന്ന് പറയുന്നത് 400 mg ആണ്. അപ്പം 2 ടാബ്ലറ്റ്, 2 ക്യാപ്സൂൾ, ഇതെല്ലാം സോഫ്റ്റ് ജെൽ ക്യാപ്സൂളാണ്. 2 ക്യാപ്സൂൾ ഒരു ദിവസം രാവിലെയും വൈകുന്നേരവും ഓരോ ക്യാപ്സൂള് വെച്ച് അമ്മ കഴിക്കുക. അമ്മ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് കുഞ്ഞിലേക്ക് എത്തുമെന്ന് നമുക്കറിയാം. അമ്മ കഴിക്കുന്ന ഭക്ഷണമാണ് കുഞ്ഞിന്റെയും ഭക്ഷണം എന്ന് നമുക്കറിയാം. അപ്പൊ അത് അങ്ങനെ നമുക്ക് ആ കുഞ്ഞിന്റെ ബ്രെയിനിന്റെ വളർച്ചയെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പം അതിലൂടെ കുഞ്ഞിന്റെ ബ്രെയിനിന്റെ ഗ്രോത്ത് ഡെവലപ്മെന്റ് നല്ല കൃത്യമായി നടക്കുന്നു. അതുപോലെ ബ്രെയിനിന്റെ ഫങ്ഷൻ നല്ല രീതിയിൽ കൃത്യമായ രീതിയിൽ ഫങ്ഷൻ ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ കാഴ്ച ശക്തിക്ക് നമ്മുടെ DHA വളരെയേറെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. വൈറ്റൽ ആയിട്ടുള്ള ഐ ഡെവലപ്മെന്റ്, എന്താ പറയുന്നത്, എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഐ ഡെവലപ്മെന്റ് അവിടെ നടക്കുന്നു. അതുപോലെ പ്രീ ടൈം ബർത്തിനെ റെഡ്യൂസ് ചെയ്യുന്നു. അതായത് നമ്മുടെ കുഞ്ഞിന്റെ വളർച്ച, ശരിയായ രീതിയിലുള്ള വളർച്ച ഗർഭാവസ്ഥയിൽ തന്നെ നടത്തുന്നതിന് ഇതിനെ DHA സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കുഞ്ഞിന്റെ വെയിറ്റിനെ നല്ല രീതിയിൽ കൃത്യമായ ഒരു രീതിയിലുള്ള വെയിറ്റ് കൊണ്ടുവരാനായിട്ട് DHA സഹായിക്കുന്നുണ്ട്. അതുപോലെ കുഞ്ഞിന്റെ സ്കില്ലുകൾ, അതായത് നമുക്കറിയാം ബ്രെയിനാണ് ഇതിന്റെ എല്ലാം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് നമുക്കറിയാം. അപ്പം അവരുടെ പ്രവർത്തനത്തിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഒന്നും ഉണ്ടാവാതെ കൃത്യമായ രീതിയിലുള്ള ഒരു കുട്ടി ഹൈപ്പർ ആക്ടിവിറ്റിയോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊന്നും കൂടാതെ ഒരു കുഞ്ഞ് ജനിക്കാനായിട്ട് ഈ DHA 200 നമ്മളെ സഹായിക്കുന്നു. അതുപോലെ IQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റലിജന്റ് കോഷ്യന്റ് എന്നാണ് പറയുന്നത്. ഇന്റലിജന്റ് കോഷ്യന്റ് അത് കൃത്യമായ ഒരു രീതിയിൽ IQ രൂപപ്പെടാനായിട്ട് DHA സഹായിക്കുന്നു. അമ്മ കഴിക്കുന്നതിലൂടെ ആ കുഞ്ഞിന്റെ IQ കൃത്യമായ രീതിയിൽ രൂപപ്പെടാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ കുഞ്ഞിന്റെ എന്താ പറയുന്നത്, സമഗ്രമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള വിദ്യാഭ്യാസ കാര്യത്തിലും ഏത് രീതിയിലും കൃത്യമായ രീതിയിലുള്ള ഒരു നിലവാരം നിലനിർത്താനായിട്ട് കൃത്യമായ ഒരു
എന്താ പറയുന്നത് അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് DHA-200 സഹായിക്കുന്നു. അതുപോലെ ഡിപ്രഷനൊക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് അമ്മയ്ക്കും കുഞ്ഞിനും ഒക്കെ ആ ഗർഭാവസ്ഥയിലൊക്കെ ഉള്ള ഒരവസ്ഥയിൽ ഉണ്ടാവാതിരിക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ സ്ട്രെസ്സിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ കൃത്യമായ എന്താ പറയുന്നത് അറ്റൻഷൻ, ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശ്രദ്ധയോടെ ഒരു കാര്യങ്ങൾ വീക്ഷിച്ച് കൃത്യമായി ഫോക്കസ് ചെയ്ത് അശ്രദ്ധ എന്ന ഒരവസ്ഥയില്ലാതെ കൃത്യമായി ഫോക്കസ് ചെയ്ത് ഒരു കാര്യം ശ്രദ്ധിച്ച് കാര്യങ്ങളെ ചെയ്യാനായിട്ടുള്ള ആ ഒരു ഫോക്കസിലേക്ക് കൊണ്ടുവരാനായിട്ട് DHA സഹായിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ആ ഒരു എന്താ പറയുന്നത് DHA-200 എന്ന് പറയുന്ന ഒരു ആ പ്രൊഡക്റ്റിലൂടെ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ DHA-യുടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഇപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളെ കുറിച്ചും അമ്മ കഴിക്കുന്നതിനെ കുറിച്ചുമാണ് പറഞ്ഞത്. ഇനി ഇത് നമ്മളെ സഹായിക്കുന്ന ബ്രെയിനെ സഹായിക്കുന്നുണ്ടെന്ന് പറയുന്നു. അതുപോലെ ന്യൂറോ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഇത് DHA-200 ഒരു പരിഹാരമാണ്. അപ്പം അത് പ്രായമായവരിലും ഈ DHA-200 നമ്മൾ സഹായിക്കുന്നുണ്ട്. ഓർമ്മക്കുറവ്, അതുപോലെ അൽഷിമേഴ്സ് പ്രശ്നങ്ങളുള്ളവര്, അതുപോലെ ഡിമെൻഷ്യ പോലെയുള്ള പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യത ഇന്ന് വളരെയേറെ ഉണ്ട്. കാരണം ഇന്ന് വളരെയേറെ ടെൻഷൻ നിറഞ്ഞ നമ്മുടെ ജീവിത സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഓവർ സ്ട്രെസ് നമ്മളെ പിടികൂടുമ്പോൾ ഒക്കെ സംഭവിക്കുന്നതാണ് ബ്രെയിൻ എന്ന് പറയുന്ന അതിന്റെ പ്രവർത്തനത്തിനെ ബാലൻസ് തെറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. അത് ഇന്ന് ഒത്തിരിയേറെ പ്രായമായവരില് അൽഷിമേഴ്സ് എന്നൊരു അവസ്ഥയിലേക്ക്, മറവി രോഗം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നു. അതിനെ നമുക്ക് തടയാനായിട്ട് നമുക്ക് നേരത്തെ തന്നെ ഓർമ്മക്കുറവ് ഒക്കെ സംഭവിക്കുന്ന ചെറിയ രീതിയിലൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് DHA-200 എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രോഡക്റ്റ് ഒരു ദിവസം ഒരെണ്ണം കഴിച്ചുകൊണ്ടാണെങ്കിൽ നമുക്ക് പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കും. ആ അവസ്ഥയിലോട്ട് എത്തിപ്പെടാതെ ഇന്ന് വളരെ എന്താ പറയുന്നത് സഹതാപകരമായ ഒരവസ്ഥ ഇന്ന് ഉണ്ട്. നമുക്ക് വളരെ ഊർജ്ജസ്വലതയോടെ നടന്ന വളരെ എന്താ പറയുന്ന പല വ്യക്തികളും ആ ഓർമ്മ നഷ്ടപ്പെട്ട് ഒന്നും തിരിച്ചറിയാനാവാതെ അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ ആർക്കും അറിയത്തില്ലാതെ ഇറങ്ങി പുറപ്പെട്ടു പോവുകയും എന്താ പറയുന്നത് എവിടെയാണ് എങ്ങനെയാണ് നിൽക്കുന്നതെന്നോ പരസ്പരം പരിചയമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തുകയും വീട്ടിൽ തന്നെ ഉള്ളവരെ മറന്നു പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ഈ അവസ്ഥയിലോട്ടൊക്കെ എത്തുന്നത് ഒരു പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട്, നമ്മുടെ ബ്രെയിന് കൊടുക്കുന്ന ഓവറായിട്ടുള്ള സ്ട്രെസ് കൊണ്ട് ഒക്കെ സംഭവിക്കുന്നതാണ്. അപ്പം അതിനെയൊക്കെ എന്താ പറയുന്നത് ബാലൻസ്ഡ് ആക്കാനായിട്ട് ഈ DHA-200 നമുക്ക് ഇതിന്റെ തുടക്കത്തിൽ തന്നെ കൊടുത്തുകൊണ്ട്, പ്രായമായവർക്ക് കൊടുത്തുകൊണ്ട് അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. അപ്പം അതാണ്. അതുപോലെ ഞരമ്പുകളുടെ, അതായത് ന്യൂറോ സംബന്ധമായ പ്രവർത്തനങ്ങൾക്ക് വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ എന്താ പറയുന്നത് ഈ omega-3യും DHA ഒക്കെ നമ്മുടെ ബ്ലഡ് വെസൽസിലൂടെ ബ്ലഡിനെ നല്ല രീതിയിൽ തടസ്സങ്ങളില്ലാതെ, ചീത്ത കൊഴുപ്പുകളുടെ എന്താ പറയുന്ന ആധിക്യം വരാതെ ബ്ലഡിനെ നമ്മുടെ രക്തക്കുഴലിലൂടെ സുഗമമായി പോകുന്നതിന്, യാത്ര ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൃദയ സംരക്ഷണത്തിന് ഏറ്റവും നല്ലതാണ് എന്ന് പറയാൻ കാര്യം. അപ്പം ഇതൊക്കെ ആണ് ഇതിനകത്ത് പറയാനുള്ളത്. അതുപോലെ തന്നെ ഉള്ളതാണ് നമുക്ക് DHA ടിസ്റ്റ് എന്ന് പറയുന്നത്. DHA ടിസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഇത് DHA തന്നെയാണ്. അത് ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന്റെ കവറിംഗ് എന്ന് പറയുന്നത് കരാഗിനാൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. കരാഗിനാൻ കടലിനടി മറൈൻ പ്ലാന്റ് ആണ്. അതിന്റെ ഷെല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 100% വെജിറ്റേറിയൻ ആണ്. നമുക്ക് അത് അതേപടി തന്നെ കഴിക്കാവുന്നതാണ്. ചിലർക്ക് ഇത് പ്ലാസ്റ്റിക് ആണോ എന്നൊക്കെ ഓർത്ത് സംശയിച്ചിട്ടുള്ളവരുണ്ട്. പ്ലാസ്റ്റിക് ഒന്നുമല്ല, 100% വെജിറ്റേറിയൻ ആയിട്ടുള്ള പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ്, പ്ലാന്റ് ആണ്. അതിന്റെ കവറിംഗ് ആയിട്ട് വന്നിരിക്കുന്ന കരാഗിനാൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഒപ്പം ഇത് DHA-200 ഉണ്ടാക്കിയിരിക്കുന്നത് ഫ്ലാക്സ് സീഡിൽ നിന്നല്ല, അത് കടലിനടിയിലെ ഒരു മറൈൻ പ്ലാന്റ് ആണ്. ആൽഗെ എന്ന് പറയുന്ന ഒരു പായൽ വർഗത്തിൽപ്പെട്ട പ്ലാന്റിൽ നിന്നാണ് ഈ DHA-200 വേർതിരിച്ചെടുത്തിരിക്കുന്നത്. അതാണ് നമുക്ക് വെജിറ്റേറിയൻ ഒമേഗയും അതുപോലെ DHAയും തമ്മിലുള്ള വ്യത്യാസം. അതിന്റെ സോഴ്സ് രണ്ടും രണ്ടാണ്, അതിന്റെ പ്രവർത്തനവും രണ്ടും രണ്ടാണ്. അപ്പം നമുക്ക് DHA-200 എടുത്തിരിക്കുന്നത് ആൽഗെ എന്ന പ്ലാന്റിൽ നിന്നാണ്. കടലിൽ ഉള്ള ഒരു പായൽ വർഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ അതിന്റെ കവറിങ്
എന്ന് പറയുന്ന കരാഗിനാൻ എന്ന് പറയുന്ന ആ ഒരു ഷെൽ, അതുകൊണ്ടാണ് അതിന്റെ ഷെൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇത് 100% വെജിറ്റേറിയൻ ആണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഉള്ളതാണ് DHA ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ട്വിസ്റ്റ് എപ്പോഴാണ് നമുക്ക് ആവശ്യമായി വരുന്നത്? അത് കുട്ടി ജനിച്ചതിന് ശേഷം മുലയൂട്ടുന്ന അമ്മമാര് കഴിക്കണം. എന്ത് കഴിക്കണം? DHA 200 കഴിക്കണം. മുലയൂട്ടുന്ന അമ്മമാര് DHA 200 കഴിക്കുമ്പോൾ അവർക്ക് മുലയൂട്ടുമ്പോൾ കുഞ്ഞിലേക്ക് ഈ DHA-യുടെ ഗുണങ്ങൾ എല്ലാം കിട്ടിക്കോളും. അത് കഴിഞ്ഞ് മുലയൂട്ടൽ കഴിഞ്ഞ് കുട്ടി ഭക്ഷണം കഴിക്കാൻ ഒക്കെ പ്രായമാകുമ്പോൾ, ഏതാണ്ട് 6 മാസമൊക്കെ ആകുമ്പോഴാണല്ലോ കുട്ടി ഖരപദാർത്ഥങ്ങളായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ കുറുക്കുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കുറുക്കുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് നേരിട്ട് കൊടുക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ് DHA ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ആ ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ പേരിനകത്ത് തന്നെ ഉണ്ട്. ആ ഒരു ക്യാപ്സൂൾ എടുത്തു കഴിയുമ്പോൾ അതിന്റെ മേളിൽ എന്താ പറയുന്നത്, നമ്മൾ ഒരു കുടുമി കെട്ടുന്നത് പോലെ, ചാക്കിന്റെ കുടുമി കെട്ടുന്നത് പോലെ ഒരു കുടുമി പോലെയുണ്ട്. അത് അതിൽ പിടിച്ച് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കൈവിരലുകൊണ്ട് 2 വിരലുകൊണ്ട് തന്നെ അത് ഞെക്കി അതിൽ നിന്നുള്ള DHA നമ്മുടെ എന്താ പറയുക കഴിക്കാനുള്ള ആ ഒരു പദാർത്ഥത്തിലേക്ക്, കുറുക്കിലേക്ക് ഇട്ടുകൊണ്ട് നല്ലപോലെ സ്പൂൺ കൊണ്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് കുഞ്ഞിന് കൊടുക്കാവുന്നതാണ്. അപ്പം അതിനകത്ത് 50 mg ആണ് ഉള്ളത്. ഒരു ടിസ്റ്റിനകത്തുള്ളത് 50 mg ആണുള്ളത്. നമ്മൾ DHA 200 പറഞ്ഞ് 200 mg ആണ്. ഇപ്പം ഈ ഒരു ടിസ്റ്റിനകത്തുള്ളത് 50 mg ആണ്. അപ്പം 1 2 നമുക്ക് ഒരു ദിവസം നമുക്ക് കൊടുക്കാവുന്നതാണ്. കുട്ടിയുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് കൊടുക്കാം. അപ്പം അങ്ങനെ ഭക്ഷണം കഴിക്കാവുന്ന പ്രായമായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് DHA 200 അമ്മ കഴിക്കുന്നതിൽ നിന്ന് നമുക്ക് DHA ട്വിസ്റ്റിലേക്ക് മാറി അങ്ങനെ കൊടുക്കാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് 3 പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പം omega-3 ഇതിന്റെ വിലയെന്ന് പറയുന്നത് DHA 200-ന്റെ വിലയെന്ന് പറയുന്നത് MRP 799 രൂപയാണ് വരുന്നത്. അതിന്റെ അസോസിയേറ്റ് ബയർ പ്രൈസ് എന്ന് പറയുന്നത് 641 രൂപയാണ്. അതിന്റെ പർച്ചേസ് വോളിയം 540 ആണ്. അതുപോലെ DHA ട്വിസ്റ്റിന്റെ MRP വില എന്ന് പറയുന്നത് 399 രൂപയാണ്. അതിന്റെ അസോസിയേറ്റ് ബയർ പ്രൈസ് 320, പർച്ചേസ് വോളിയം 270. അപ്പം ഈ 3 പ്രൊഡക്റ്റുകൾ എത്രമാത്രം നമുക്ക് എസെൻഷ്യൽ ആണെന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ അറിയാവുന്നതാണ്. omega-3-യുടെ പ്രാധാന്യം എന്ന് പറയുന്നത്, omega-3 ഈ 3 വെർഷനും ഇന്ന് DHA 200 ഒക്കെ കൊടുത്ത പല അങ്ങനെ ജനിച്ച കുട്ടികൾ ഇന്ന് നമ്മുടെ അടുത്തൊക്കെ ധാരാളമുണ്ട്. അവരുടെ എന്താ പറയുന്ന പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് വീക്ഷിച്ചാൽ മനസ്സിലാകും ആ വ്യത്യാസം എന്ന് പറയുന്നത്. ഓരോ കാര്യത്തിലും അവരുടെ മിടുക്ക്, പഠിക്കാനുള്ള മിടുക്ക്, ഓരോ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള അവരുടെ മിടുക്ക്, ശ്രദ്ധയോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള മിടുക്ക് ഒക്കെ നമുക്ക് ഈ ഒരു DHA 200 അമ്മമാര് കഴിക്കുകയും അത് കുഞ്ഞിന് കൊടുക്കുകയും ഒക്കെ ചെയ്ത അങ്ങനെ വളർന്ന കുട്ടികളെ നമുക്ക് വീക്ഷിച്ചാൽ മനസ്സിലാകും. അതുപോലെ omega-3 വെജിറ്റേറിയൻ ഒമേഗ ആയിട്ടുള്ള നമ്മുടെ omega-3 സ്ഥിരമായി കഴിക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഒക്കെ കുറയാൻ സാധ്യതയുണ്ട്. ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് omega-3 എന്ന് പറയുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് മരണം സംഭവിക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അതിനെ ഏതാണ്ട് വലിയൊരു ശതമാനം, വലിയൊരു അളവ് വരെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് omega-3 ന്യൂട്രിചാർജ് വെജ് ഒമേഗ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യുക, അതിനെക്കുറിച്ച് പഠിക്കുക, അതിനെ കൃത്യമായി ഈ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം വെജിറ്റേറിയൻ ഒമേഗയും DHA 200-ഉം DHA ട്വിസ്റ്റും നമുക്ക് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കട്ടെ. അത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഓവറോൾ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് അത്രമാത്രം പ്രാധാന്യമുള്ള പ്രൊഡക്റ്റാണ്. അപ്പൊ ഇതാണ് DHA കുറിച്ചും omega-3-യെ കുറിച്ചും വെജിറ്റേറിയൻ ഒമേഗയെ കുറിച്ചും DHA 200-നെ കുറിച്ചും DHA ട്വിസ്റ്റിനെ കുറിച്ചും നമുക്ക് പൊതുവായി പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ കൂടുതൽ സയൻസിലേക്കൊന്നും നമുക്ക് പോകേണ്ടത് ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു വ്യക്തിയോട് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തിൽ omega-3-യുടെ പ്രാധാന്യം അവർക്ക് മനസ്സിലാകും. തീർച്ചയായും അതിനെ കൺസ്യൂം ചെയ്യും. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നതും omega-3-യുടെ കുറവ് കൊണ്ടും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടും ഒക്കെയാണ്. അതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇതാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു 3 പ്രൊഡക്റ്റുകളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനിയും കാര്യങ്ങൾ
ഒത്തിരി പറയാൻ ഉണ്ടാവും. പക്ഷെ നമ്മുടെ സമയപരിമിതി മൂലവും നമ്മുടെ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും മതിയാവും നമുക്കൊരു കസ്റ്റമറിനെ ബോധ്യപ്പെടുത്താനായിട്ട്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം. ഞാൻ തുടക്കത്തിൽ എന്താ പറയുന്നത്, സ്വയം പരിചയപ്പെടുത്തിയില്ല. എൻ്റെ പേര് ഷാജി അഗസ്റ്റ്യൻ. പാലായാണ് സ്വദേശം, അതിരമ്പുഴയിൽ താമസിക്കുന്നു. അപ്പം ഈ ഒരു അവസരം നമുക്ക് ഉണ്ടാക്കി തന്ന എല്ലാവരോടും, നമ്മുടെ TCG RCMന്റെ സ്ഥാപകനായ TCGയോടും ഒപ്പം നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സിനോടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. JRCM. ഗുഡ് ആഫ്റ്റർനൂൺ.